ആചാര്യജി പുസ്തകത്തിലെ 140 അധ്യായത്തിൽ നിന്നുള്ള ഒരു ഉദ്ധരണിയാണിത്. റിലേഷൻഷിപ്സ് ആർ ഗ്രേറ്റ് ഓൺലി വെൻ ദേ ഹെൽപ്പ് എലിവേറ്റ് യുവർ കോൺഷ്യസ്നസ്. ആചാര്യജി, ഈ ബന്ധം നമ്മെ ഉയർത്തുന്നുണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെ അറിയാൻ കഴിയും? അതിനുവേണ്ടി നിങ്ങൾ എത്രത്തോളം ദുരിതത്തിലാണ് എന്ന് ആദ്യം അറിയണം. ഇത് ഏകദേശം ഞാൻ കൈപിടിച്ചയാൾ എനിക്ക് ശുഭകരമായിരുന്നോ ഇല്ലയോ എന്ന് എങ്ങനെ അറിയാൻ കഴിയും എന്നതുപോലെയുള്ള ചോദ്യമാണ്. ഇതിനുവേണ്ടി ആദ്യം നിങ്ങൾ അറിയേണ്ടത് നിങ്ങൾ വെള്ളത്തിൽ മുങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു, ഇപ്പോൾ കരയിലാണ് എന്ന കാര്യമാണ്. ഒരാൾ വെള്ളത്തിൽ മുങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് അയാൾക്കറിയില്ലെങ്കിൽ തന്നെ വലിച്ചു പുറത്തെടുത്ത ആ കൈയോട് അയാൾ എങ്ങനെ നന്ദിയുള്ളവനായിരിക്കും? അതുകൊണ്ടാണ് ആത്മജ്ഞാനം ആദ്യം വരുന്നത്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല ബന്ധം ലഭിച്ചാലും നിങ്ങൾ അതിനെ തള്ളിക്കളയും. നിങ്ങൾ പറയും, ഇതിൽ നിന്ന് എനിക്ക് എന്ത് കിട്ടി? താൻ മുങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് ഒരാൾക്കറിയില്ലെങ്കിൽ, വെള്ളം ഇവിടെ വരെ എത്തിയിരുന്നുവെങ്കിൽ അപ്പോഴാണ് ഒരു ബന്ധമുണ്ടാവുകയും ആ ബന്ധം അവനെ പുറത്തേക്ക് വലിക്കുകയും ചെയ്യുന്നത്. അങ്ങനെയുള്ളയാൾക്ക് ഈ ബന്ധം തനിക്ക് ശുഭകരമായിരുന്നു എന്ന് ഒരിക്കലും മനസ്സിലാക്കാൻ കഴിയില്ല. എന്തുകൊണ്ട് മനസ്സിലാവില്ല? കാരണം താൻ എത്രത്തോളം വെള്ളത്തിലാണ് എന്ന് അയാൾക്ക് ആദ്യമേ അറിയില്ലായിരുന്നു. ആത്മജ്ഞാനം എന്നാൽ മറ്റൊന്നുമല്ല, നമ്മൾ എത്രത്തോളം വെള്ളത്തിലാണ് എന്നറിയുന്നത് തന്നെയാണ്. നമ്മൾ എത്രത്തോളം വെള്ളത്തിലാണെന്ന് അറിയുക, ഇതിനെയാണ് ആത്മജ്ഞാനം എന്ന് പറയുന്നത്. ഇതറിയുന്നയാൾക്ക് ആരുടെ കൈ പിടിക്കണം, ആരുടെ കൈ പിടിക്കേണ്ട എന്ന് മനസ്സിലാക്കാൻ സാധിക്കും.